കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന ചില സ്ഥലങ്ങളിൽ സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങാൻ 50 കോടി രൂപ വരെ സർക്കാർ ധനസഹായം തന്നാലോ? നിങ്ങളുടെ ഓഫീസ് വാടക, കെട്ടിട നികുതി, കറണ്ട് ബില്ല്, ടെലിഫോൺ ബില്ല്, അങ്ങനെ പല ചെലവുകൾക്കും സർക്കാരിന്റെ സഹായം ഉണ്ടാകും. കമ്പനികളെ ബംഗളൂരു നഗരത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് കർണാടകയിലെ പുതിയ IT കരട് നയം ഇത്തരം ഇൻസെന്റീവുകൾ വിഭാവനം ചെയ്യുന്നത്. ഏതൊക്കെ സ്റ്റാർട്ടപ്പുകൾക്കാണ് ഇങ്ങനെ ധനസഹായം ലഭിക്കുന്നതെന്നും ഏതൊക്കെ സ്ഥലങ്ങളിൽ കമ്പനി സ്ഥാപിക്കാമെന്നും ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. കേരളത്തിന്റെ അതിർത്തി നഗരങ്ങളായ മംഗളൂരു, മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിക്കുന്നവർക്കാണ് 50 കോടി രൂപ വരെയുള്ള ഇൻസെന്റീവ് ലഭിക്കുന്നത്. IT ഇതര സേവനങ്ങൾ നൽകുന്ന ടെക് കമ്പനികൾക്കാണ് ധനസഹായത്തിന് അർഹതയുള്ളത്. യോഗ്യരായവർക്ക് ഓഫീസ് വാടകയുടെ പകുതി, അതായത് 2 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭിക്കും. 3 വർഷത്തേക്കുള്ള പ്രോപ്പർട്ടി ടാക്സിൽ 30% റീഇംബേഴ്സ്മെന്റ് ലഭിക്കും. കൂടാതെ 5 വർഷത്തേക്കുള്ള വൈദ്യുതി സൗജന്യമാണെന്നും കരട് IT ചട്ടത്തിൽ പറയുന്നു. ഇത് മാത്രമല്ല, ടെലികോം ഇന്റർനെറ്റ് വാടകയിൽ 25% അല്ലെങ്കിൽ പരമാവധി 12 ലക്ഷം രൂപ വരെയും റീഇംബേഴ്സ്മെന്റ് കിട്ടുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനായി 50 കോടി രൂപ വരെ അനുവദിക്കാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. ഇന്ത്യയുടെ സിലിക്കൻ വാലിയായ ബംഗളൂരുവിന് പുറത്തേക്ക് കൂടി IT വികസനം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ നീക്കം. ഇതുവഴി ബംഗളൂരു നഗരത്തിലെ ട്രാഫിക് തിരക്ക് കുറയ്ക്കാനാകുമെന്നും കൂടുതൽ ഇടങ്ങളിലേക്ക് വികസനം എത്തുമെന്നും സർക്കാർ കരുതുന്നു. ഡിസംബറോടെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുമെന്നാണ് കരുതുന്നത്. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം ഇൻസെന്റീവ് നൽകുന്ന വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ധനസഹായത്തിനുള്ള യോഗ്യത എന്താണെന്നും എങ്ങനെയാണ് ഈ കമ്പനികളെ തിരഞ്ഞെടുക്കുന്നതെന്നുമുള്ള കാര്യത്തിൽ കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും എത്തിയിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.